ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് റവന്യൂവിൽ കാര്യമായ മാറ്റങ്ങളെല്ലാമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് യൂട്യൂബ് റവന്യൂ എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ലോങ് വീഡിയോസ് ചെയ്യുന്നവരായാലും ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നവരായാലും ഇത്തരത്തിൽ എനിക്ക് ഒരുപാട് പേർ മെസ്സേജ് അയച്ച് അവർക്ക് ഈ ഒരു റവന്യൂ എല്ലാം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതായത് മാസത്തിൽ റവന്യൂ ലഭിച്ചിരുന്നവർക്ക് ഇപ്പോൾ 2 മാസം കൂടുമ്പോഴെല്ലാമാണ് ഇത്തരത്തിൽ റവന്യൂ എല്ലാം ലഭിക്കുന്നത്. അതായത് ഒരു $100 ഓരോ മാസം തികയാൻ പറ്റാത്ത അവസ്ഥയെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ചാനൽ നോക്കിയാലും എല്ലാ ചാനലുകളും കൂട്ടി എനിക്ക് മാസം വന്നിരുന്ന റവന്യൂ ഇത് ഇപ്പോൾ 2 മാസം കൂടുമ്പോഴെല്ലാമാണ് എനിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളെല്ലാമാണ് നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ അവർ ഒരുപാട് പേർ ഇതുപോലെ പരാതിയുമായി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടും അതുപോലെ നമുക്ക് മെസ്സേജ് അയക്കാറുമുണ്ട്. അപ്പോൾ ഷോർട്സിൽ വന്നിരിക്കുന്ന വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ഷോർട്സ് വ്യൂസ് എല്ലാം തന്നെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്, എന്നാൽ റവന്യൂ വളരെയധികം കുറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഷോർട്സിൽ ഇത്തരത്തിൽ ഈ ഒരു വ്യൂസ് എല്ലാം കൂടാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്വൈപ്പ് ചെയ്തു പോയിരിക്കുന്ന ആ ഒരു വ്യൂസ് കൂടി നമുക്ക് നമ്മുടെ ഷോർട്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഷോർട്സ് വ്യൂസിൽ ഇതെല്ലാം തന്നെ കൗണ്ട് ചെയ്തിട്ടുള്ള ആകെ ടോട്ടൽ എല്ലാമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. എന്നാൽ നമുക്ക് ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്തു പോയിട്ടുള്ള ആ ഒരു വ്യൂസ് ഒന്നും തന്നെ ഇതൊന്നും നമുക്ക് റവന്യൂ ലഭിക്കുകയില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എൻഗേജ്ഡ് വ്യൂസ് എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള റവന്യൂ മാത്രമാണ് നമ്മുടെ ഈ ഷോർട്സിലേക്ക് നമുക്ക് ലഭിക്കുക. എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷോർട്സ് ഇത് സ്വൈപ്പ് ചെയ്തു പോവാതെ കുറച്ച് സെക്കൻഡ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ എൻഗേജ്ഡ് വ്യൂസിൽ നിന്നും വരുന്ന അതിൽ നിന്നുള്ള റവന്യൂ എല്ലാമാണ് നമുക്ക് ഷോർട്സിൽ ആഡ് ആകുന്നത്. അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ വ്യൂസ് എല്ലാം കൂടിയിട്ടുണ്ട് എങ്കിലും നേരത്തെ കിട്ടുന്ന ആ റവന്യൂ ഒന്നും ഇപ്പോൾ കിട്ടാത്തത്. അതുപോലെ നമുക്ക് റവന്യൂവിൽ പഴയതിനേക്കാൾ കുറഞ്ഞ റവന്യൂ എല്ലാമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രശ്നം, അതായത് ഹൈലൈറ്റ് ചെയ്തിരുന്ന കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഒരുപാട് പേർ അവർക്ക് ഈ ഒരു YT സ്റ്റുഡിയോയിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് കാണിക്കുന്ന ആ ഒരു റവന്യൂ അല്ല അവർക്ക് ആഡ്സെൻസിലേക്ക് വരുമ്പോൾ കാണുന്നത്. അതിൽ നിന്നും നല്ല രീതിയിൽ ഡിഡക്ഷൻ എല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇത്തരത്തിൽ ഈ ഒരു വേരിയേഷൻ ഇത്ര വലിയ ഒരു വേരിയേഷൻ ഒന്നും തന്നെ കാണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു വേരിയേഷൻ എല്ലാമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. $10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേരിയേഷൻ എല്ലാം പലർക്കും വരുന്നുണ്ട്. അപ്പോൾ YT സപ്പോർട്ട് ടീമുമായി ഇത് ചാറ്റ് ചെയ്ത് ചോദിക്കുമ്പോഴെല്ലാം തന്നെ ഈ ഒരു YT സ്റ്റുഡിയോയിൽ കാണിക്കുന്നത് ഇത് എസ്റ്റിമേറ്റഡ് റവന്യൂ ആണ്, എന്നാൽ ഇത് ആക്ച്വൽ റവന്യൂ അല്ല. ആക്ച്വൽ റവന്യൂ നമ്മുടെ ഈ ആഡ്സെൻസിലേക്ക് വരുന്ന റവന്യൂ ആണ് എന്നെല്ലാമാണ് ഇപ്പോൾ അറിയുന്നത്. അതിനാൽ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഇത്തരത്തിൽ റവന്യൂയിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കുറവെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഷോർട്സ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ റവന്യൂ എല്ലാം കുറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു റവന്യൂ എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വ്യൂസിനനുസരിച്ചുള്ള റവന്യൂ എല്ലാം ആണോ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് റവന്യൂവിൽ ഈ ഒരു മാറ്റമെല്ലാം വന്നിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം ഇത് ചിലപ്പോൾ താൽക്കാലികമായി എല്ലാം സംഭവിക്കുന്നതായിരിക്കാം. ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് ഇതെല്ലാം റെക്ടിഫൈ ചെയ്തും അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ക്ലിയർ ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് റവന്യൂ എല്ലാം ജനറേറ്റ് ചെയ്യാനും സാധിക്കുമായിരിക്കും. എന്നാൽ നിലവിൽ ഇത്തരത്തിൽ യൂട്യൂബിൽ ഈ ഒരു ഇഷ്യൂ എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പേർ ഇത് എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്